നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഒരു ചെറിയ ഇലയുടെ കഥ, അതായത് പനിക്കൂർക്കയുടെ കഥ. ഒരു ചെറിയ ഇല വീട്ടുമുറ്റത്ത് വളർന്നിരുന്ന ഒരു കുഞ്ഞു ചെടിയായിരുന്നു പനിക്കൂർക്ക. അതിന്റെ ഇലകൾക്ക് പ്രത്യേകമായ ഒരു സുഗന്ധമുണ്ടായിരുന്നു. വീട്ടിലെ മുത്തശ്ശി അതിനെ വളരെ സ്നേഹത്തോടെ പരിപാലിച്ചിരുന്നു. ഒരു ദിവസം വീട്ടിലെ കുഞ്ഞിന് പനിയും ചുമയും വന്നു. മുത്തശ്ശി പനിക്കൂർക്കയുടെ കുറച്ച് ഇലകൾ പറിച്ച് കഴുകി അതിന്റെ നീരെടുത്ത് തേനും ചേർത്ത് കൊടുത്തു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞിന് ആശ്വാസം ലഭിച്ചു. അന്ന് മുതൽ എല്ലാവരും പനികൂർക്കയുടെ മഹത്വം മനസ്സിലാക്കി. ചുമ, ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വീട്ടുവൈദ്യമായി പനിക്കൂർക്ക ഉപയോഗിക്കാൻ തുടങ്ങി. പനിക്കൂർക്ക ഒരു ഔഷധച്ചെടി മാത്രമല്ല, നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ചെറിയൊരു ചെടി ആയിരുന്നാലും നിരവധി ആരോഗ്യ ഗുണങ്ങൾ അതിനുണ്ട്. അതുകൊണ്ടാണ് പല വീടുകളിലും പനിക്കൂർക്ക വളർത്തുന്നത്. പനിക്കൂർക്കയുടെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ചുമയും ജലദോഷവും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. തൊണ്ടവേദനയ്ക്ക് ആശ്വാസം നൽകുന്നു. ദഹനത്തിന് സഹായിക്കുന്നു. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഗ്രാമങ്ങളിലെ വീടുകളിൽ പനി, ചുമ, ജലദോഷം എന്നിവ വന്നാൽ ആദ്യം ഓർക്കുന്നത് പനിക്കൂർക്കയായിരുന്നു. മുത്തശ്ശിമാർ ഇലകൾ ചതച്ച് നീരെടുത്ത് തേൻ ചേർത്ത് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഇതിന് പനിക്കൂർക്ക എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ കട്ടിയുള്ള മൃദുവായ ഇലകൾ, നല്ല സുഗന്ധം, എളുപ്പത്തിൽ വളർത്താം, ഔഷധ ഗുണങ്ങൾ ധാരാളമുണ്ട്. രസകരമായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തണ്ട് മണ്ണിൽ നട്ടാൽ പോലും പുതിയ ചെടി ഉണ്ടാകും. വീടിന്റെ മുറ്റത്തോ ചട്ടിയിലോ വളർത്താം. തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. വീട്ടുവൈദ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കും. അങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട്. ചെറിയൊരു ചെടിയായ പനിക്കൂർക്ക പ്രകൃതിയുടെ ഒരു വലിയ വിലയേറിയ സമ്മാനമാണ്. നമ്മുടെ പൂർവികർ കൈമാറിയ അറിവിന്റെ ഭാഗമായ ഈ ഔഷധച്ചെടി എല്ലാ വീടുകളിലും ആരോഗ്യത്തിന്റെ കാവൽക്കാരനായി നട്ടു വളർത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും പനിക്കൂർക്ക നട്ടു വളർത്തണം. പനിക്കൂർക്ക ഒരു ഔഷധച്ചെടി മാത്രമല്ല, പ്രകൃതിയുടെ ഒരു ചെറിയ ഡോക്ടറാണ്. മരുന്നുകൾ എളുപ്പത്തിൽ ലഭ്യമല്ലാതിരുന്ന കാലത്ത് ആളുകൾ പ്രകൃതിയെയാണ് ആശ്രയിച്ചിരുന്നത്. അന്ന് പനിക്കൂർക്ക പല വീടുകളിലും സ്ഥിരസാന്നിധ്യമായിരുന്നു. ഇന്ന് ആധുനിക ചികിത്സാ രീതികൾ വളർന്നു വന്നിട്ടുണ്ടെങ്കിലും പനിക്കൂർക്കയുടെ പ്രാധാന്യം കുറഞ്ഞിട്ടില്ല. വീട്ടിലെ തോട്ടത്തിൽ വളർത്താൻ എളുപ്പമാണ്. പ്രത്യേക പരിചരണവും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പലരും ഇന്നും ഈ ചെടിയെ സ്നേഹത്തോട് തന്നെ വളർത്തുന്നു. പനിക്കൂർക്ക വളർത്തുന്ന വിധം എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള ഒരു തണ്ട് പറിച്ചെടുക്കുക. നല്ല മണ്ണുള്ള ചട്ടിയിലോ തോട്ടത്തിലോ ഒക്കെ നട്ടുവയ്ക്കുക. ദിവസവും ആവശ്യത്തിന് വെള്ളം നൽകുക. സൂര്യപ്രകാശം നൽകുന്ന സ്ഥലത്തായിരിക്കണം ഇത് വയ്ക്കാനായിട്ട്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുതിയ ഇലകൾ വളരുന്നതാണ്. പ്രകൃതി നമുക്ക് നൽകിയ നമുക്ക് പ്രകൃതി നമുക്ക് നൽകുന്ന ഓരോ ചെടിക്കും ഓരോ കഥയുണ്ട്. പനിക്കൂർക്കയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതിന്റെ പ്രാധാന്യമാണ്. ചെറിയൊരു ഇലയിൽ പോലും വലിയ ഗുണങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അപ്പോൾ പനിക്കൂർക്കയുടെ ഗുണങ്ങളും എല്ലാവരും മനസ്സിലാക്കിയല്ലോ. ഒരു ചെറിയ ചെടിയായ പനിക്കൂർക്ക ഇത്രമാത്രം വലിയ ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്ന് കണ്ടല്ലോ. ഇത്തരം കൂടുതൽ രസകരമായ കഥകളുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ കഥ തീർന്നു.